സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ റീസെൻ്റ്ലി IPL RCB ഫൈനൽ വരെ എത്തിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പോൾ എന്നാണ് ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു നല്ല കാലം വരുന്നത് എന്നുള്ളത്. ആൻഡ് അവിടെ നമ്മളിപ്പോൾ ഡേവിഡ് കറ്റാലയ്ക്ക് കീഴിൽ 2 മാച്ചുകൾ കളിച്ച് അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് അദ്ദേഹം കൊണ്ടുവരുമോ, സൂപ്പർ കപ്പിൽ ആ ഒരു ക്വാളിഫയറിലേറ്റ തോൽവിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിലും ഗെയിം സ്റ്റൈലിലും എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത സീസണിലേക്ക് കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് അവിടെ ഇവാൻ വുക്കമനോസിന് ശേഷം സ്റ്റാറെ ആണെങ്കിലും കറ്റാലെ ആണെങ്കിലും ഈ 2 കോച്ചുമാരെ വെച്ച് നോക്കുമ്പോൾ ഒരു കോമൺ ഫാക്ടർ ഉള്ളത് അറ്റാക്കിംഗ് ഫുട്ബോളിലേക്കുള്ള അല്ലെങ്കിൽ ഒഫൻസീവ് ഫുട്ബോളിലേക്ക് നമ്മൾ കുറച്ചുകൂടി നോവ സദോവിനെയും ഫ്രണ്ടിലൊരു സിംഗിൾ സ്ട്രൈക്കറിനൊക്കെ യൂസ് ചെയ്ത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ മുന്നോട്ട് കയറി പോകുന്ന ഹൈലൈൻ കളിക്കുന്ന രീതിയിൽ റീസെൻ്റ് ആയിട്ടുള്ള കോച്ചസിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒഫൻസീവ് ഫുട്ബോൾ കളിക്കുന്നതാണോ ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്നതാണോ നല്ലത് എന്നുള്ളത്. ഇവാൻ വുക്കമനോസിൻ്റെ സീസണിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സീസണിലൊക്കെ ഒരു ഹൈ പ്രസ്സിംഗ് ഗെയിം ഓപ്പണൻറ്റിനെ പോസ്റ്റ് വെക്കാൻ കൊടുത്തിട്ട് ഹൈ പ്രസ്സിംഗ് ഗെയിം കളിച്ചിട്ട് ഓപ്പണൻറ്റിനെ പ്രഷറൈസ് ചെയ്ത് പന്ത് എടുത്ത് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള സീസണിലേക്ക് വരികയാണെങ്കിൽ മിഡിലേക്ക് പ്രസ്സിംഗ് മാറ്റി അവിടെ നിന്ന് പന്ത് റിക്കവർ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ളത് കുറച്ചുകൂടി ഇറങ്ങി നിന്ന് ഡിഫെൻഡ് ചെയ്ത് പന്ത് എടുത്ത് റിക്കവർ ചെയ്യുന്ന പന്ത് എടുത്ത് കളിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഓപ്പണൻറ്റിനെ പോസ്റ്റ് വെക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം സ്റ്റൈലാണ്. പക്ഷേ ഈ കട്ടാറിലേക്കും സ്റ്റാറിലേക്കൊക്കെ വരുമ്പോൾ അവർ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് പന്ത് കൈവശം വെച്ചിട്ട് പോസ്റ്റ് ഗെയിം കളിച്ച് മുന്നിലേക്ക് കളിച്ച് പോകാനാണ്. ആൻഡ് പല ആൾക്കാരും ഈ ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്നത് വീക്കായിട്ടുള്ള ടീമുകളാണ്, അല്ലെങ്കിൽ ഓപ്പണറിനെ പോസ്റ്റ് വെക്കാൻ കൊടുത്ത് കൗണ്ടർ ചെയ്ത് കളിക്കുന്നത്. അവസാനത്തെ സ്റ്റാറ്റ് നോക്കുമ്പോൾ അധികം പന്ത് കൈവശം വെക്കാനില്ലാത്ത പോസ്റ്റിൻ്റെ കേസിൽ കണക്കിലേക്ക് പുറകിലേക്ക് പോകുന്നതൊക്കെ വീക്ക്നെസ് ആയിട്ടും അല്ലെങ്കിൽ ദുർബലരായുള്ള ടീമുകൾ യൂസ് ചെയ്യുന്ന രീതിയായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ പല ടീമുകൾ ഇപ്പോൾ നമ്മൾ ISL തന്നെ നോക്കുകയാണെങ്കിൽ പല ടീമുകളും മോഹൻ ബഗാൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ഗെയിംസിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യവും ഇറക്കിയിട്ട് ഡിഫെൻഡ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹൈലൈനെ ചൂഷണം ചെയ്യുക, അവിടുത്തെ ഗ്യാപ്പുകളിലൂടെ അറ്റാക്ക് ചെയ്യുക. കഴിഞ്ഞ മാച്ച് നമ്മൾ മോഹൻ ബഗാനെതിരെ ആ റിസോർട്ട് ടീം അവരുടെ യങ് ടീം കളിച്ചിട്ടുള്ള രീതി നോക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് ഈ പാറ്റേൺ ആണ്. സോ ഇവിടെ നമ്മൾ ഡിഫൻസീവ് ആൻഡ് ഒഫൻസീവ് ഫുട്ബോൾ ഗെയിംസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള, കമ്പയർ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ആയിട്ടും വീക്ക്നെസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഗ്യാപ്സ് ആണ്. ഈ പോസ്റ്റം വെച്ചിട്ട് നമ്മളിപ്പോൾ നിലവിൽ കളിക്കുന്ന രീതി അനുസരിച്ച് പോസ്റ്റം വെച്ച് നമ്മൾ ബിൽഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ പല സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഓപ്പണൻറ്റ് വളരെയധികം കൺജസ്റ്റഡ് ആയിട്ട് അവരുടെ ഡിഫൻസ് ഷേപ്പ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഗ്യാപ്സ് കിട്ടുന്നില്ല. ഇവിടെ ഒരു ടീം അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടീം പോസ്റ്റം വെക്കുമ്പോൾ മറ്റേ ടീം കുറച്ച് ഇറങ്ങി നിന്ന് ഡിഫൻസിലേക്ക് പോകുന്ന ഒരു രീതി കാണാൻ സാധിക്കും ബിൽഡപ്പ് സ്റ്റേജിൽ. സോ ഈ സിറ്റുവേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് പല സമയത്തും സ്ട്രഗിൾ ചെയ്യുന്നതും ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നതും ഈ ഏരിയയിലാണ്. കാരണം ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പന്ത് കൈവശം വെക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പണൻറ്റിൻ്റെ ഗ്യാപ്സ് നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു മാക്സിമം സെൻറ്റർ സ്പേസസ് ഒക്യുപ്പൈ ചെയ്ത് നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും അവരുടെ ഒരു ഡിഫൻസീവ് ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കളിച്ച് ഒഫൻസിലിട്ടും ഡിഫൻസിലിട്ടും നമ്മുടെ സെൻറ്റർ ബാക്കുമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച് കുറേ നേരം പന്ത് പോസ്റ്റ് വെക്കുന്ന കാണാറുണ്ട്. പക്ഷേ ഇവിടെ പന്ത് നഷ്ടപ്പെടുന്ന സമയത്ത്, നമ്മുടെ കയ്യിൽ നിന്ന് പോസ്റ്റ് പോകുന്ന സമയത്ത് ഓപ്പണൻറ്റിന് ഒരുപാട് ഗ്യാപ്സ്, ഒരുപാട് ഓപ്ഷൻസ് തുറന്ന് കിട്ടുമെന്ന് കാണാം. സോ ഇവിടെ തന്നെ ആ ഒരു ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈലിൽ ഗ്യാപ്സിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ടീം പോസ്റ്റം വെച്ച് അവർ പന്ത് കൈവശം വെച്ച് മുന്നോട്ട് കയറി വരുമ്പോൾ ആ ടീമിൻ്റെ പ്ലേയേഴ്സ് മാക്സിമം അഡ്വാൻസ്ഡ് ആയിരിക്കും, ഔട്ട് ഓഫ് പൊസിഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓഫ് ദി ബോൾ റണ്ണ് കൊടുക്കുന്ന സമയത്തെല്ലാം അവർ മിസ്പ്ലേസ്ഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അപ്പുറത്ത് ഡിഫെൻഡ് ചെയ്യുന്ന ടീം അല്ലെങ്കിൽ ഇറക്കിയിട്ട് ലോ ബ്ലോക്ക് ഇട്ട് കളിക്കുന്ന ടീം ഓർഗനൈസ്ഡ് ആയിരിക്കും. അവർ ഓരോ പ്ലെയറും കൃത്യമായ പൊസിഷനിലായിരിക്കും. അവരുടെ ഡിഫൻസ് നല്ല രീതിയിൽ സെക്യൂർ ആക്കി വെക്കാൻ സാധിക്കും. അങ്ങനെ ഗ്യാപ്സ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പന്ത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അങ്ങനെ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻസീവ് ടീമിന് ഇങ്ങോട്ടേക്ക് ഒരുപാട് ഗ്യാപ്സും ഓപ്ഷൻസും ഔട്ട് ഓഫ് പൊസിഷൻ ആയിട്ട് നിൽക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഗ്യാപ്സ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള അറ്റാക്സ് തുറന്നെടുക്കാൻ സാധിക്കും. സോ ഇത് തന്നെയാണ് ആ ഒരു പന്ത് വശം വെക്കുമ്പോൾ പോസ്റ്റം വെച്ച് കളിക്കുന്ന സമയത്ത് ആ ഒരു ടീമിന് നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ഓപ്പണൻറ്റിൻ്റെ ആ ഒരു ഗ്യാപ്സ് കണ്ടെത്താൻ പ്രയാസമായിരിക്കും എന്നുള്ളത്. ആൻഡ് രണ്ടാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പോസ്റ്റം വെച്ച് കളിക്കുന്ന സമയത്ത് അവിടെ ഒരു ടീം ഗെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എല്ലാ പ്ലേയേഴ്സിനും റോളുണ്ട്. സെൻറ്റർ ബാക്ക് തുടങ്ങി ആ ഫ്രണ്ടിൽ കളിക്കുന്ന സ്ട്രൈക്കർ വരെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ആ ബോൾ അവർ ടച്ച് ചെയ്ത് വരും. അങ്ങനെ ബിൽഡ് ചെയ്ത് കളിക്കുന്ന സമയത്ത് ടീം ഗെയിം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ പ്ലേയേഴ്സും അവിടെ ഒരു നോസദോയിലേക്കോ ഒരു ലൂണയിലേക്കോ മാത്രം നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. ആ പ്ലേയേഴ്സിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അറ്റാക്കിംഗ് മൂവ്മെൻറ്റ്സ് വരുന്നത്. അവരെന്തെങ്കിലും മാജിക്കലായിട്ട് കാണിച്ചാൽ മാത്രം നമുക്ക് ഓപ്പൺ ഹാഫിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ അവരിലേക്ക് മാത്രം ലിമിറ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓപ്പൺ ടീമിനെ നമ്മുടെ കീ പ്ലേയേഴ്സിനെ, നോസദോനെയോ ലൂണയോ ഹേസൂസിനെയോ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ മാത്രം നോക്കി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയർ ആ മാച്ച്
മാജിക് ഒന്നും കാണിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയും. കാരണം മറ്റ് ടീമുകളെല്ലാം ആശ്രയിക്കുന്നത് ഈ ഒരു പ്ലെയറിലേക്കാണ്. എല്ലാവരും പന്ത് എത്തിക്കുന്നത് ഒരു ടാർഗറ്റ് മാൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയറിലേക്കാണ്. സോ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ടീമുകൾക്ക് ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ, പോഷൻ ഫുട്ബോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെ കൃത്യമായ രീതിയിലുള്ള ടീം ഗെയിം, അവിടെ എല്ലാ പ്ലെയേഴ്സിനും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആ ഒരു ഡിഫൻസിൽ നിന്ന് സ്പ്ലിറ്റ് പാസ് കൊടുക്കുന്ന ഡിഫൻഡേഴ്സ്, സെൻറ്റർ ബാക്ക്, അവർക്ക് നല്ല രീതിയിലുള്ള റോളുണ്ട്. ഡിഫൻസിൽ കയറിയും മറിയും കളിക്കുന്ന ആ ഒരു ഫുൾ ബാക്കിന് അവർ നല്ല രീതിയിൽ ആ ഒരു അണ്ടർലാപ്പും ഓവർലാപ്പും ചെയ്ത് ഇൻസൈഡിലേക്കൊക്കെ വന്ന് അവർ ആ കോൺട്രിബ്യൂഷൻ ചെയ്യണം. സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് നല്ല രീതിയിൽ ബോൾ സപ്ലൈ ചെയ്യണം. സ്ട്രൈക്കർ ഇറങ്ങി വന്ന് ലിങ്കപ്പ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഒരു വിങ്ങർ ഓവർലാപ്പ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും കൃത്യമായ ടീം ഗെയിം അവർ തമ്മിലൊരു പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ പാസിങ് കറക്റ്റായിട്ട് വരിക. അല്ലാത്ത പക്ഷം മിസ് പാസുകൾ സംഭവിക്കും. മിസ് പാസുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റിലേക്കാണ് വരുന്നത്. ഓപ്പണന്റിന് ആ ഒരു ഗ്യാപ്സ് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഇവിടെ ടീം ഗെയിം അവർ റിക്കവർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്കിന് ഇവിടെ ചാൻസ് ഇല്ല. നമ്മൾ മിസ് പാസുകൾ കളിച്ചു കഴിഞ്ഞാൽ, ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ അറ്റാക്കിംഗ് പാസുകൾ കളിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പണന്റ് നമ്മൾ വീണ്ടും ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണ്. ഇത്തരം സിറ്റുവേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും പോഷൻ കളിക്കുന്ന ടീമിന്, അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീമിന് കുറച്ച് പ്രയാസമായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ഇങ്ങനെ പോഷൻ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ മുന്നോട്ട് കയറി വരുമ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. ലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡിഫൻസീവ് കളിക്കുന്ന ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് പ്ലേയേഴ്സ് പൊതുവെ ഫസ്ട്രേറ്റഡ് ആവുന്ന അവരുടെ മെൻറ്റാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്ട്രേറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ പോഷൻ വെക്കുന്നു, പ്രത്യേകിച്ച് ചാൻസുകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസ്ഡ് ആയിട്ട് അറ്റാക്ക് ഇല്ല. നമ്മൾ കൈവശം വെക്കുന്ന സമയത്ത് ഓപ്പണൻ്റ് അത് റിക്കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി നല്ല രീതിയിൽ ഡൗൺ ആവും. സോ അത് ഫസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഫൗളുകൾ അവർ പന്ത് റിക്കവർ ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ പിന്നെ അവിടെ ഒരു ഫൗളിലേക്ക് അല്ലെങ്കിൽ ഒരു ഫസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഡൗൺ ആവാനുള്ള ഒരു ചാൻസ് ആണ് പിന്നെ ഉള്ളത്. സോ പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് റിസൾട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്രൗണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് ആ ഒരു ഫെയിലിയർ ഫീലിംഗ് വരികയും പിന്നീട് അത് പലതരത്തിലുള്ള എറേഴ്സിലേക്കും മിസ് ജഡ്ജ്മെൻറ്റിലേക്കും അതിലൂടെ ഉണ്ടാകുന്ന കാർഡുകൾ അല്ലെങ്കിൽ ഫൗളുകൾ, പോഷൻ മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയെ നല്ല രീതിയിൽ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ വർക്കായി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പാസുകൾ കളിച്ച് വൺ ടച്ച് കളിച്ച് ഓപ്പൺ ഹാഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പ്ലേയേഴ്സിന് കൊടുക്കുന്ന കോൺഫിഡൻസും വളരെ വലുതായിരിക്കും. ഇത് നേരെ തിരിച്ച് ഡിഫൻസീവ് കളിക്കുന്ന ടീമിന് അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. കാരണം പല സമയത്തും ഈ പന്ത് കൈവശം വെക്കുമ്പോഴും അല്ലെങ്കിൽ പന്ത് റിക്കവർ ചെയ്തെടുക്കുമ്പോഴൊക്കെ അവർക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവാണ്. ഓപ്പണൻ്റെ പോഷൻ വെക്കുന്നുണ്ട്, അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നു എന്നല്ല, കാമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യാവുന്ന പ്ലാൻ അവർക്കറിയാം. കൃത്യമായി ഡിഫെൻഡ് ചെയ്യുക, പന്ത് റിക്കവർ ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മിസ് പാസുകളിലൂടെ അവരായിട്ട് തന്നെ ചാൻസ് ഒരുക്കി തരുമ്പോൾ ഇവർക്ക് കോൺഫിഡൻസ് കൂടാണ്. അതുപോലെ തന്നെ സ്റ്റാമിന, ഫിറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങളും മറ്റൊരു പോയിന്റായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ പന്ത് തുടർച്ചയായിട്ട് കൈവശം വെക്കുമ്പോൾ പല പ്ലേയേഴ്സും ഓഫ് ദ ബോൾ റണ്ണ് നടത്തുന്നുണ്ട്. അവർ പന്ത് വാങ്ങാനും ലിങ്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പല തവണ പോർഷൻസ് ഇങ്ങനെ മാറി മാറി കളിക്കുമ്പോൾ അവിടെ വേസ്റ്റ് ആവുന്ന എനർജി ഉണ്ട്. പക്ഷെ ഇപ്പുറത്ത് ആ ഡിഫൻസീവ് ടീം ആ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അവരെ ഒരുപാടൊന്നും പ്രസ് ചെയ്യാനൊന്നും പോകുന്നില്ല. അവർ കൃത്യമായ ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ടോ പിന്നോട്ടോ അല്ലെങ്കിൽ സൈഡ് വൈസ് ആ ഒരു മൂവ്മെന്റ് മാത്രമേ നടത്തുന്നുള്ളൂ. അവർ ആ സ്റ്റോർ ചെയ്യുന്ന എനർജി യൂസ് ചെയ്യുന്നത് പന്ത് കിട്ടുന്ന സമയത്താണ്. അവർ കൃത്യമായ രീതിയിൽ സ്റ്റോർ ചെയ്ത് പിന്നെ ആ ഒരു പെട്ടെന്ന് ഒരു പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ഒരു ഗെയിംസിൽ വരുന്നതെങ്കിൽ നമ്മളിങ്ങനെ കുറേ നേരം ഓടിയാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ പിന്നീട് ഈ പന്ത് അവർ റിക്കവർ ചെയ്തിട്ട് അവർ കൗണ്ടർ ചെയ്യുമ്പോൾ അവരെ ഓടിപ്പിടിക്കാനുള്ള ഒരു സ്റ്റാമിന അവർക്ക് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് അവർ എത്തണമെന്നില്ല. കാരണം അവർ പ്രിപ്പയർ ചെയ്യുന്നത് അതിനല്ല, ഓടിപ്പിടിക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടിക്കല്ല അവർ മെന്റലി പ്രിപ്പയർ ചെയ്യുന്നത്. അവർ പന്ത് പോഷൻ വെച്ചിട്ട് പന്ത് അപ്പുറത്തേക്ക് എത്തിച്ച് ഗോൾ അടിക്കുക എന്നുള്ളതാണ് പോഷൻ ടീമിൻ്റെ ലക്ഷ്യം. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിന് ഓപ്പോസിറ്റ് നടക്കുമ്പോൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാമിന അത് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് സീസണിലൊക്കെ ഇവാൻ്റെ സീസണിലൊക്കെ നമ്മൾ ഹൈപ്രസ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യുമ്പോഴും മിഡിൽ പ്രസ്സിങ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യുമ്പോഴൊക്കെ പ്ലേയേഴ്സിൻ്റെ ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് നമുക്ക് ആ ഒരു സീസണിൽ അറിയാം. അവർക്ക് ആ ഒരു ടീം സ്പിരിറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്ക് ആ ഒരു ടീമിൽ എല്ലാവരും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ആ ഒരു മാച്ചസ് മാറുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അവർ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്ലാൻ കൃത്യമായ രീതിയിൽ വെയിറ്റ് ചെയ്ത് പന്ത് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് വിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് പ്ലെയർ ആണെങ്കിലും അവർക്കൊരു മോട്ടിവേഷനും അവർക്കൊരു ബൂസ്റ്റുമാണ് ഗ്രൗണ്ടിൽ കിട്ടുന്നത്. ആ ഒരു ടീം സ്പിരിറ്റ് ഇവാൻ്റെ ഗെയിം സ്റ്റൈലിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്ത് അത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. പ്ലേയേഴ്സ് സ്റ്റാമിനയും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായ രീതിയിലുള്ള ടീം ഗെയിം അവിടെ നടത്താത്തതുകൊണ്ട് ആ പന്ത് റിട്ടേൺ വരുന്നു. പിന്നെ അത് നെഗറ്റീവായിട്ടാണ് പ്ലേയേഴ്സിന് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ വിൻ ചെയ്യുന്നില്ല, അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് പരാജയപ്പെടുമ്പോൾ ഏത് പ്ലെയറും മെന്റലി ഡൗൺ ആവും. ടീം സ്പിരിറ്റ് വരുന്നില്ല, അവർക്ക് ആ ഒരു ഇന്റൻഷൻ കാണുന്നില്ല. അത്തരത്തിലുള്ള പോയിന്റ് പറയുമ്പോൾ ഗെയിം സ്റ്റൈൽ കൂടി അതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യം, ബ്ലാസ്റ്റേഴ്സിനെ പറഞ്ഞ വലിയൊരു സ്ക്വാഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാർ പ്ലേയേഴ്സിനോ സൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങരുതെന്ന് പറയുന്ന പോലെ പറ്റാത്ത പരിപാടിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇവാൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇവാൻ
തിങ്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഇത്ര റിസോഴ്സ് കിട്ടുള്ളൂ, സോ ആ റിസോഴ്സ് വെച്ച് എന്താണോ ടീമിന് സാധിക്കുന്നത് ആ രീതിയിലുള്ള ഗെയിംസിൽ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ കറ്റാലയും സ്റ്റാറെ ശ്രമിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അവർക്ക് അവരുടേതായ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള റിസോഴ്സ് നമുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്ലേയേഴ്സ് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് പ്ലേയേഴ്സിൻ്റെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതും പിന്നീട് അവർ കംപ്ലീറ്റ്ലി ഡൗൺ ആവുന്ന രീതിയിലാണ്. സോ എന്തായാലും ഈ ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് ഗെയിം ഇപ്പോൾ അറ്റാക്കിംഗ് ഗെയിം നല്ല രീതിയിൽ കളിക്കുന്ന ടീമുകൾ വേറെയുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ടീം ഗെയിമും പാസിങ്ങും അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാവുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ബൂസ്റ്റും ആ ഒരു ടീം സ്പിരിറ്റും കിട്ടുന്നത്. അതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താലും മതി. പക്ഷേ അതിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്വാളിറ്റി പ്ലേയേഴ്സ് വേണം. ആ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് വളരെയധികം നല്ല രീതിയിൽ വരണം. ആ പ്ലേയേഴ്സിൻ്റെയൊക്കെ പ്രാക്ടീസിലൂടെ കൃത്യമായ പാസിങ് കോമ്പിനേഷൻസ് കളിക്കാനൊക്കെ തയ്യാറാക്കി എടുക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ പലപ്പോഴും പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ ഡൗൺ ആയി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ എന്തായാലും ഈ ഡ്യൂറൻ കപ്പ് വരാനിരിക്കുന്നുണ്ട്. കറ്റാല തിരിച്ചു വരുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിലൊന്നും ഒരു അനക്കോ ഇതുവരെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയിട്ട് ഉണ്ടായിട്ടില്ല. സോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അതേപോലെ ആണെങ്കിൽ കറ്റാല ഒന്ന് ഈ പറഞ്ഞ പോലെ മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിച്ചേക്കും. എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.